നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും അവഗണിക്കരുത്. കാരണം കല്ലുകൾ ശേഖരിക്കുമ്പോൾ വജ്രമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കും. ജീവിതം എന്നത് സന്തോഷം, ദുഃഖം, പ്രയാസങ്ങൾ, നല്ല സമയം എന്നിവയുടെ ഒരു വൃത്തമാണ്. നിങ്ങൾ പ്രയാസകരമായ സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ വിശ്വസിക്കുക, നല്ല സമയങ്ങൾ വരാനിരിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരെ വിശ്വസിക്കരുത്. നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നു എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുന്നവരെ വിശ്വസിക്കുക. അച്ചടക്കം ഇന്നത്തെ ദിവസം പ്രയാസകരമാക്കുന്നു, എന്നാൽ നാളെ എല്ലാം എളുപ്പമാക്കുന്നു. സ്വന്തം സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്ക് 1000 ശത്രുക്കളുണ്ടാകും. മറ്റുള്ളവരുടെ നുണകൾക്കൊപ്പം സഞ്ചരിക്കുന്നവർക്ക് 1000 മിത്രങ്ങളും ഉണ്ടാകും. ചുറ്റും നോക്കിയാൽ മുന്നോട്ടു പോകാനാവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. നേരെ മാത്രം നോക്കുക, ലക്ഷ്യം അവിടെയാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ്. എനിക്ക് എല്ലാം അറിയാം എന്ന ചിന്ത പരാജയത്തിലേക്കും ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന ചിന്ത വിജയത്തിലേക്കും നയിക്കും. ജീവിതം ഒരു ഓട്ട മത്സരമാണ്. അവിടെ വിജയിക്കുന്നത് ആദ്യം എത്തുന്നവരല്ല, അവസാനം വരെ ഓടുന്നവരാണ്. നമ്മുടെ ആദ്യ പരിശ്രമം പരാജയപ്പെട്ടേക്കാം, പക്ഷേ ശ്രമം ഉപേക്ഷിക്കരുത്. കാലിടറുമ്പോൾ ഒരു കൈത്താങ്ങിനായി കൊതിക്കാറുണ്ട് പലരും. പലപ്പോഴും ഒരു അർത്ഥത്തിൽ ആ വിശ്വാസം തന്നെയാണ് പരാജയവും. കൂട്ടിന് ആരുമില്ലെന്ന് സ്വന്തം മനസ്സിനെ വിശ്വസിപ്പിക്കണം. ഒരുപക്ഷെ അത് തന്നെയാണ് യാഥാർത്ഥ്യം. അടുപ്പമുള്ളവരോട് പരമാവധി നുണ പറയാതിരിക്കുക. പലപ്പോഴും സത്യമറിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നവരാണ് ഭൂരിഭാഗവും. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാവരുത്. സത്യസന്ധത വളരെ ചിലവേറിയ സമ്മാനമാണ്. വില കുറഞ്ഞ ആളുകളിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത്. നമ്മൾ കിട്ടില്ലെന്ന് ഉറപ്പിച്ചതുപോലും നമ്മളെ തേടി എത്തിയേക്കാം. തളരാതെ പരിശ്രമം തുടരുക. അധ്വാനത്തിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും. മധുരമുള്ള വാക്കുകൾ എല്ലായ്പ്പോഴും ആത്മാർത്ഥമല്ല. ആത്മാർത്ഥമായ വാക്കുകൾ എല്ലായ്പ്പോഴും മധുരമുള്ളതല്ല. എന്നാൽ വാക്കുകൾക്ക് പറയാൻ കഴിയാത്തത് എപ്പോഴും പ്രവൃത്തിയിലൂടെ വെളിവാകുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അവരുടെ പ്രവൃത്തിയിലൂടെ വിലയിരുത്തണം. തീരെ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ വിധി നമ്മളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക, ഒരുപക്ഷെ അതേ വിധി തന്നെയാകും അപ്രതീക്ഷിത സന്ദർഭങ്ങളിൽ നമ്മെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതും. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ എത്രയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഉണങ്ങും. പക്ഷേ മനസ്സിൽ ഉണ്ടാകുന്ന മുറിവുകൾ എത്രയൊക്കെ തേച്ചാലും മായ്ച്ചാലും അങ്ങനെ തന്നെ ഉണ്ടാകും. ലോകത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യം സ്നേഹക്കുറവാണ്. വിട്ടുകളയാൻ തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ കഴിയാത്തതുമായ ചില ബന്ധങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും നൽകുന്നത്. സങ്കടങ്ങൾ ആരോടും പങ്കുവയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തെന്നാൽ അനുഭവങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞത് വാക്കുകളിലൂടെ ആർക്കും മനസ്സിലായെന്ന് വരില്ല. സ്വയം അംഗീകരിക്കുക, സ്വയം ബഹുമാനിക്കുക, സ്വയം സ്നേഹിക്കുക. കാരണം നിങ്ങളെക്കാൾ നന്നായി നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഇവിടെ മറ്റാരുമില്ല. ആരുടെയും സങ്കടങ്ങളെ തമാശയായി കാണരുത്. നമുക്കറിയില്ലല്ലോ അവർ എത്ര മോശമായ അവസ്ഥയിലായിരിക്കാമെന്നത്. തെറ്റുകൾ പറ്റുമ്പോൾ പഴിക്കാൻ ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അവരാരും തന്നെ അതിൽ നിന്നും കരകയറാനുള്ള ഊർജം നൽകില്ല. അത് നമ്മൾ തന്നെ കണ്ടെത്തുകയേ മാർഗമുള്ളൂ. ആലോചിച്ച് മാത്രം ജീവിതത്തിൽ ഓരോ ചുവടും മുൻപോട്ട് വയ്ക്കുക. പരിഗണനയാണ് ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച ബഹുമതി. സ്നേഹമാണ് ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട നന്മ. അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും തീരുമാനങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു സാഹചര്യത്തിലും പ്രതീക്ഷ കൈവിടരുത്. കാരണം രാത്രിയിലെ ഇരുട്ട് പകലിൻ്റെ വെളിച്ചത്തിന് വഴി മാറുക തന്നെ ചെയ്യും. വീണുടഞ്ഞത് ചേർത്ത് വച്ചാൽ രൂപം ഉണ്ടായേക്കാം, പക്ഷെ പഴയ പോലെ ഭംഗിയുണ്ടാവില്ല. അതുപോലെയാണ് പല ബന്ധങ്ങളും. നിങ്ങൾ അവസരം കൊടുക്കാതെ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. സാഹചര്യം കൊണ്ട് പിരിഞ്ഞുപോയവരെ മറക്കരുത്.
സാഹചര്യം മുതലാക്കി പിരിഞ്ഞുപോയവരെ ഓർക്കുകയും അരുത്. നമ്മളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും കരയരുത്. കാരണം അവർ നമ്മളെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും നമ്മുടെ കണ്ണുകൾ നിറയില്ലായിരുന്നു.